കുട്ടികളെ, നിങ്ങൾക്കറിയാം നമ്മൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് എൻഡോസ്പേമും എംബ്രിയോയും ഉണ്ടാകുന്ന കാര്യം പഠിച്ചല്ലേ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാകുന്ന എവിടാണ്? സീഡിലാണ് അല്ലേ. അപ്പോൾ സീഡ് എവിടെ നിന്നുണ്ടാകും? ഓവ്യൂളാണ് സീഡായിട്ട് മാറുന്നതെന്ന് നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ an ovule becomes a seed ആണല്ലോ. ഓവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അപ്പോൾ ഓവ്യൂള് സീഡായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും സീഡിനകത്ത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള എംബ്രിയോയും എൻഡോസ്പേമും ഉണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ദ സീഡ് ഈസ് ദി ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡാണ് അല്ലേ. ഇനി എ സീഡ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ്, സീഡിന് 3 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സീഡ് കോട്ട്, കോട്ടിലിഡൻസ്, എംബ്രിയോ ആക്സിസ്, ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. സീഡ് കോട്ട്, കോട്ടിലിഡൻസ്, കോട്ടിലിഡൻ എന്ന് എഴുതാനും കോട്ടിലിഡൻസ് എന്നും എഴുതാം. കാരണം മോണോകോട്ട് സീഡാണെങ്കിൽ ഒരു കോട്ടിലിഡനെ കാണുള്ളൂ, ഡൈക്കോട്ട് സീഡാണെങ്കിൽ 2 കോട്ടിലിഡൻസ് കാണും. പിന്നെ എംബ്രിയോ ആക്സിസ് ആണ്. എംബ്രിയോ ആക്സിസിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ള റാഡിക്കിളും പ്ലിമ്യൂളും ഒക്കെ കാണുന്നത്. കോട്ടിലിഡൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ, നേരത്തെ പഠിച്ചതല്ലേ. എന്താണ് കോട്ടിലിഡൻ്റെ ഫംഗ്ഷൻ? കോട്ടിലിഡൻസ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദി സീഡ് ആണോ? അതെ, സീഡല്ല, കോട്ടിലിഡൻസ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദി സീഡ്ലിംഗ്, ജെർമിനേറ്റിംഗ് സീഡ്ലിംഗ്. തൈക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കാനാണ് ആരിയിരിക്കുന്നത്? കോട്ടിലിഡൻ ഇരിക്കുന്നത്. അതേ പണിയാണ് എൻഡോസ്പേമിനും ഉള്ളത്. പക്ഷേ എൻഡോസ്പേം കോട്ടിലിഡനും തമ്മിൽ ഫോർമേഷനിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? എൻഡോസ്പേം ഉണ്ടാവുന്നത് പെന്നിൽ നിന്നാണ് അല്ലേ. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, പ്രൈമറി എൻഡോസ്പേം സെല്ലിൽ നിന്നാണ് ആരുണ്ടാകുന്നത്? എൻഡോസ്പേം ഉണ്ടാകുന്നത്. അത് 3N ആണ്. 3N എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ, ട്രിപ്ലോയിഡ് ആണ് എൻഡോസ്പേം. എന്നാൽ കോട്ടിലിഡൻ ഈസ് എ പാർട്ട് ഓഫ് എംബ്രിയോ. കോട്ടിലിഡൻ ആരാണ്? എംബ്രിയോയുടെ തന്നെ ഒരു ഭാഗമാണ്. സോ ഇറ്റ് ഈസ് 2N. അതാണ് എൻ്റെ വ്യത്യാസം. മനസ്സിലായോ? ഇനി ഒരു സീഡിൽ ഈ കോട്ടിലിഡൻ, ഈ എൻഡോസ്പേം ഉണ്ടെങ്കിലേ കോട്ടിലിഡൻ തീരെ ചെറുതായിരിക്കും, റെഡ്യൂസ്ഡ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. രണ്ടിൻ്റെയും ഫംഗ്ഷൻ ഒന്നല്ലേ. എൻഡോസ്പേമിൻ്റെ ഫംഗ്ഷനും ന്യൂട്രീഷൻ കൊടുക്കുക, കോട്ടിലിഡൻ്റെ ഫംഗ്ഷനും ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതല്ലേ. അതുകൊണ്ട് ഇഫ് ദ എൻഡോസ്പേം ഈസ് അഡ്വാൻസ്ഡ് ഓർ ദ എൻഡോസ്പേം ഈസ് ലാർജ് ഇൻ സൈസ്, ദ കോട്ടിലിഡൻസ് ആർ റെഡ്യൂസ്ഡ്. ഇനി എൻഡോസ്പേം ചിലപ്പോൾ കാണില്ല കേട്ടോ, ചില സീഡിൽ എൻഡോസ്പേം തീർന്നു പോകും. അങ്ങനെയാണെങ്കിൽ കോട്ടിലിഡൻ വലുതായിരിക്കും. അതിൻ്റെ അർത്ഥം ഒരു സീഡിൽ ഫങ്ഷണൽ ആയിട്ടുള്ള എൻഡോസ്പേമും കോട്ടിലിഡനും കൂടെ കാണില്ല. ഒന്നീ കോട്ടിലിഡൻ കാണും, അപ്പോൾ എൻഡോസ്പേം റെഡ്യൂസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ എൻഡോസ്പേം കാണും, അപ്പോൾ കോട്ടിലിഡൻ എങ്ങനെയായിരിക്കും? റെഡ്യൂസ്ഡ് ആയിരിക്കും. മനസ്സിലായോ? പിന്നെ എൻഡോസ്പേം ഈസ് ഫോംഡ് ബൈ ട്രിപ്പിൾ ഫ്യൂഷൻ, കോട്ടിലിഡൻ ഈസ് എ പാർട്ട് ഓഫ് എംബ്രിയോ. മനസ്സിലായല്ലോ? ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഒരു സീഡ് എടുത്താൽ, അതിപ്പോൾ ഞാനൊരു പയറിൻ്റെ വിത്ത് വരച്ചിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ, ഇത് സൈഡ് വ്യൂ അല്ലേ. ഫ്രണ്ട് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഏതൊരു പയറിലും ഒരു അടയാളം കാണൂലേ? പയറെന്നല്ല, ഏതൊരു വിത്തിലും ഒരു അടയാളമെങ്കിലും കാണില്ലേ? തേങ്ങയിലാണെങ്കിൽ 3 അടയാളം കാണൂലേ? ആ അടയാളത്തെ നമ്മളൊരു പേര് വിളിക്കും, ഹൈലം എന്ന് വിളിക്കും. ഹൈലം നമുക്കറിയാം, ബേസൽ സൊള്ളൻ പാർഷൻ ഓഫ് ദ ഓവ്യൂളിനെ നമ്മൾ ഹൈലം എന്നാണ് വിളിച്ചത്. സോ എ സ്കാർ പ്രസന്റ് ഇൻ എ സീഡ് ഈസ് നോൺ ആസ് ഹൈലം. മനസ്സിലായോ? ഈ ഹൈലത്തിന്റെ നടുക്ക് നമുക്ക് കാണാൻ കഴിയില്ല, ഒരു മൈക്രോസ്കോപ്പിക് ഓപ്പണിംഗ് ഉണ്ട്. എ സ്മോൾ ഓപ്പണിംഗ്, സ്മോൾ പോർ എവിടെ കാണും? ഹൈലത്തിന്റെ നടുക്ക് കാണും. അത് നമുക്ക് കാണാൻ കഴിയില്ല. ദാറ്റ് ഈസ് നോൺ ആസ് മൈക്രോപൈൽ. നമ്മൾ ഓവ്യൂള് പഠിച്ചപ്പോൾ അതിൻ്റെ താഴെ ഒരു ദ്വാരം കണ്ടില്ല, അത് തന്നെയാണ്. അപ്പോൾ ഈ സീഡിൽ എന്തിനാണ് ആ ദ്വാരം? ത്രൂ ദ മൈക്രോപൈൽ എ സീഡ് അബ്സോർബ്സ് വാട്ടർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ജെർമിനേറ്റ്. അർത്ഥം മനസ്സിലായോ? വിത്ത് ഇപ്പോൾ നമ്മൾ പയറ്, കടല ഒക്കെ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ കുതിരുന്നില്ലേ? അതിന് കാരണം ഈ മൈക്രോപൈലിൽ കൂടി വെള്ളം അകത്ത് കയറുന്നതുകൊണ്ടാണ്. അപ്പോൾ മൈക്രോപൈലിൽ കൂടി വെള്ളം അകത്ത് കയറുന്നതുകൊണ്ടാണ് ഒരു വിത്തിന് മുളയ്ക്കാൻ കഴിയുന്നത്. അതിനെ ഇംബിബിഷൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. വിത്ത് വലുതായി ഇങ്ങനെ വീർത്ത് വരുന്നതിനെ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ. അപ്പോൾ ഇംബിബിഷന് കാരണം, അല്ലെങ്കിൽ ഒരു സീഡ് വാട്ടർ അബ്സോർബ് ചെയ്ത് സ്വെൽ ചെയ്യുന്നതിന് കാരണം ഏത് ദ്വാരം ഉള്ളത് കൊണ്ടാണ്? ആ ദ്വാരത്തിനെ മൈക്രോപൈൽ എന്ന് പറയും. മൈക്രോപൈൽ ഇവിടെ കാണും, ഈ ഹൈലത്തിന്റെ നടുക്ക് കാണും. മനസ്സിലായോ? ഡൻ. സീഡ് കോട്ടിന് 2 ലെയർ കാണും. ഉണ്ടല്ലോ, ഔട്ടർ ലെയറിനെ നമ്മൾ എന്ത് പറയും? ടെസ്റ്റ. വളരെ ഹാർഡാണ് ടെസ്റ്റ് കേട്ടോ, ഹാർഡാണ്.
റെസിസ്റ്റന്റ് ആണ്, ഈവൻ റെസിസ്റ്റന്റ് ടു ഡൈജസ്റ്റീവ് എൻസൈംസ്. അതുകൊണ്ട് ടെസ്റ്റേ ഉള്ള ഒരു വിത്ത് നമ്മൾ വിഴുങ്ങിയാൽ നമുക്ക് ദഹിക്കില്ല. മനസ്സിലായോ? ഒരു വിത്തിന് ഇപ്പം ചക്കക്കുരുന്റെ പുറത്തിരിക്കുന്ന ആ പ്ലാസ്റ്റിക് പോലത്തെ പാടയില്ലേ, അതാണ് ടെസ്റ്റ എന്ന് പറയുന്നത്. അതിനകത്തിരിക്കുന്ന ഒരു ബ്രൗൺ പൂപ്പൽ പോലെ ഇരിക്കുന്നില്ലേ, അതാണ് ടെക്മൻ. ടെക്മൻ പക്ഷേ തിൻ മെംബ്രേനസ് ലെയർ ആണ്. അപ്പൊ ടെസ്റ്റയും ടെക്മനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സീഡ് കോട്ടിന് 2 ലെയർ ഉണ്ട്. ഔട്ടർ ലെയറിന് എന്ത് പറയും? ടെസ്റ്റ എന്ന് പറയും. ഇറ്റ് ഈസ് ഹാർഡ്, റെസിസ്റ്റന്റ് ആൻഡ് ഈവൻ റെസിസ്റ്റന്റ് ടു ഡൈജസ്റ്റീവ് എൻസൈംസ്. ദെൻ ടെക്മൻ ഈസ് സ്മോൾ തിൻ ലെയർ. അത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മൾ എന്ത് പറയും? സീഡ് കോട്ട് എന്ന് പറയും. അപ്പൊ ഇത്രയും നേരം സീഡിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദെൻ സീഡിനകത്ത് പിന്നെ എന്ത് കാണും? പിന്നെ സീഡിനകത്ത് ഒരു എംബ്രിയോണൽ ആക്സിസ് കാണും. എംബ്രിയോണൽ ആക്സിസിൽ എന്തൊക്കെ കാണും? റാഡിക്കിളും പ്ലിമ്യൂളും കാണും. റാഡിക്കിൾ വളർന്നുണ്ടാവും, റൂട്ട് സിസ്റ്റം ഉണ്ടാകും സീഡ്ലിങ്ങിന്റെ തൈയുടെ. പ്ലിമ്യൂള് വളർന്നുണ്ടാവും, ഷൂട്ട് സിസ്റ്റം ആകും. ഇതിനാവശ്യമുള്ള ന്യൂട്രീഷൻ ആര് കൊടുക്കും? കോട്ടിലിഡൻസ് കൊടുക്കും. കോട്ടിലിഡൻസ് വലുതാണെങ്കിൽ എന്ത് ചെറുതായിരിക്കും? എൻഡോസ്പേം ചെറുതായിരിക്കും. എൻഡോസ്പേം വലുതാണെങ്കിൽ എന്ത് ചെറുതായിരിക്കും? കോട്ടിലിഡൻസ് ചെറുതായിരിക്കും. എല്ലാ സീഡിലും എൻഡോസ്പേം കാണുമോ? ഇല്ല. ചില സീഡുകളിൽ മാത്രമേ എൻഡോസ്പേം കാണൂ. ചില സീഡുകളിൽ എൻഡോസ്പേം തീർന്നു പോകും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. എന്താണ്, ഏതൊക്കെ ടൈപ്പിലുള്ള സീഡുകൾ ഉണ്ടെന്നുള്ളത്? ടൈപ്സ് ഓഫ് സീഡ്സ്. ഇപ്പൊ സീഡുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. സീഡ്സ് ആണ് കേട്ടോ, വിത്തുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഒന്നെന്താണ്? വളരെ സിമ്പിൾ ആണ്. നോൺ ആൽബുമിനസ് ഓർ നോൺ എൻഡോസ്പേമസ് സീഡ്. പേര് വെക്കുമ്പോൾ തന്നെ അറിയാം. വാട്ട് ഈസ് നോൺ ആൽബുമിനസ് ഓർ നോൺ എൻഡോസ്പേമസ് സീഡ്? Endosperm is fully consumed, so there is no functional endosperm. What is a non-albuminous or non-endospermous seed? A seed in which functional endosperm is absent because the endosperm is fully consumed. എൻഡോസ്പേം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് എൻഡോസ്പേം ഇല്ലാത്ത സീഡുകളുണ്ട്. അപ്പൊ അവിടെ ആര് വലുതായിരിക്കും? കോട്ടിലിഡൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻ സച്ച് സീഡ്സ് കോട്ടിലിഡൻസ് ആർ വെരി വെൽ ഡെവലപ്ഡ്. വളരെ നന്നായിട്ട് വലിയ കോട്ടിലിഡൻസ് ഉള്ള സീഡുകളെ വിളിക്കുന്ന പേരാണ് നോൺ ആൽബുമിനസ് സീഡ്സ് ഓർ നോൺ എൻഡോസ്പേമസ് സീഡ്സ്. എന്തുകൊണ്ട്? ബിക്കോസ് ദ എൻഡോസ്പേം ഈസ് ഫുള്ളി കൺസ്യൂംഡ്. എക്സാമ്പിൾ ആര് പറഞ്ഞേക്കുന്നത്? പീ, പയറ്, ഗ്രൗണ്ട് നട്ട്, കപ്പലണ്ടി, ഗ്രാംസും ബീൻസും എല്ലാം പയറുവർഗത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ പയറുവർഗത്തിൽപ്പെട്ട വിത്തുകളിലൊന്നും ആരില്ല? എൻഡോസ്പേം ഇല്ല. പകരം കോട്ടിലിഡൻസേ ഉള്ളൂ. ആ കോട്ടിലിഡൻസിനെയാണ് നമ്മൾ 2 ഹാഫായിട്ട് ഇളക്കിയെടുക്കൂലേ, അത് രണ്ടും കോട്ടിലിഡൻസ് ആണ്. മനസ്സിലായോ? എന്നാൽ രണ്ടാമത്തെ സീഡ് എന്താണ്? ആൽബുമിനസ്. വളരെ സിമ്പിൾ അല്ലേ? എൻഡോസ്പേമസ് സീഡ് എന്താണ്? ആൽബുമിനസ് സീഡ്. അപ്പൊ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. മറ്റത് നോൺ ആൽബുമിനസ്, നോൺ എൻഡോസ്പേമസ്. ഇതെന്താണ്? ആൽബുമിനസ് ഓർ എൻഡോസ്പേമസ് സീഡ്. അപ്പൊ അവിടെ എങ്ങനെ ഇരിക്കും? ഫങ്ഷണൽ എൻഡോസ്പേം പ്രസന്റ്. ഒരു നല്ല ഫങ്ഷണൽ എൻഡോസ്പേമിനെ കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് എന്ത് കാണൂല? കാണും, റെഡ്യൂസ്ഡ് ആയിരിക്കും. ആര്? കോട്ടിലിഡൻസ് ആർ റെഡ്യൂസ്ഡ്. എൻഡോസ്പേം ഈസ് വെരി ഫങ്ഷണൽ. എക്സാമ്പിൾ ആരൊക്കെ പറഞ്ഞിരിക്കുന്നു? വീറ്റ്, ഗോതമ്പ്, പാഡി, നെല്ല്, മെയ്സ്. അപ്പൊ ആൽബുമിനസ് സീഡ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. Albuminous seeds are endospermous seeds because a functional endosperm is present. മറ്റത് നോൺ ആൽബുമിനസ് സീഡ്, അതിൽ എൻഡോസ്പേം ഇല്ല. അപ്പൊ മറ്റതിനും ഇതിനുമൊക്കെ എക്സാമ്പിൾ പിടികിട്ടിയല്ലോ, എല്ലാവർക്കും പിടികിട്ടി. ഇനി ഇവിടെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ കൂടെ പഠിക്കാനുണ്ട്. എന്താണ് പെരിസ്പേം എന്ന് പറയുന്നത്? വളരെ പ്രധാനമാണ്. ഓൺ വേർഡിനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദ്യം? വാട്ട് ഈസ് പെരിസ്പേം? കണ്ടോ, പെരിസ്പേം. അപ്പൊ നമ്മൾ പറയണം, ഇൻ സം സീഡ്സ് there is a persistent residual nucellus. Nucellus എന്ന് വെച്ചാൽ ബോഡി ഓഫ് ദി ഓവ്യൂൾ. സാധാരണ ഓവ്യൂളിന്റെ ന്യൂസെല്ലസ് തീർന്നു പോകും. ന്യൂസെല്ലസ് കാണില്ല സീഡിൽ കേട്ടോ. പക്ഷെ ചില സീഡുകളിൽ പെർസിസ്റ്റന്റ് എന്ന് വെച്ചാൽ നിലനിൽക്കുന്ന, അല്ലെ? റെസിഡുവൽ എന്ന് വെച്ചാൽ അംശം. ന്യൂസെല്ലസിന്റെ ഒരു അംശം ആ സീഡിൽ കൂടെ കാണും. ആ ന്യൂസെല്ലസിന്റെ അംശത്തിന് വിളിക്കുന്ന പേരാണ് പെരിസ്പേം. What is perisperm? Perisperm is the persistent residual nucellus present in some seeds. അല്ലേ? Perisperm is the persistent residual nucellus present in some seeds. എക്സാമ്പിൾ ഏതാ പറഞ്ഞ? ബ്ലാക്ക് പെപ്പറും ബീറ്റും. ബ്ലാക്ക് പെപ്പറും ബീറ്റും നമ്മൾ അത് നോക്കണമെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് സീഡെങ്കിൽ സീഡിന്റെ മുകളിൽ കണ്ട ഒരു തൊപ്പി പോലെ ഇരിക്കും പെരിസ്പേം. അപ്പൊ പെരിസ്പേം ഉള്ള സീഡിന് എക്സാമ്പിൾ അതാണ് ബ്ലാക്ക് പെപ്പർ, ബീറ്റ്. വാട്ട് ഈസ് പെരിസ്പേം?
പെർസിസ്റ്റന്റ് റെസിഡുവൽ ന്യൂസെല്ലസ് ഈസ് ദ പെരിസ്പേം. ഈ പടം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഏത് പടം നീച്ചുണ്ടല്ലോ ഈ പടം? ഇത് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? കഴിഞ്ഞ വർഷം നിങ്ങൾ നോട്ട് ബുക്കിൽ വരച്ചിട്ട പടമല്ലേ? ഏതാണത്? മോണോകോട്ട് സീഡിൻ്റെ പടം. ഇത് നിങ്ങൾ ഈ വർഷവും വരച്ചിട്ടാണ് കേട്ടോ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ലേബൽ ചെയ്യാൻ ചോദിക്കും. ഈ പടമേ നിങ്ങൾ വരച്ചിട്ടിട്ട് ലേബൽ ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും മതി, നിങ്ങളുടെ നോട്ട് ബുക്ക് നോക്കിയാലും മതി. അതിനകത്ത് നമ്മൾ വരച്ചിട്ടുണ്ട്, ക്ലാസ്സിലിരുന്നേ പറഞ്ഞ് പഠിച്ച് വരച്ചിട്ടുണ്ട്. ഏത് ചാപ്റ്ററിലാണെന്നറിയോ? മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. അപ്പോൾ ഇത് ഞാൻ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ തരും. എന്താണ് ക്വസ്റ്റ്യൻ? ഡ്രോ ദി ലേബൽഡ് ഡയഗ്രാം ഓഫ് മോണോകോട്ട് സീഡ്. അപ്പോൾ നമുക്ക് സീഡുമായിട്ട് ബന്ധപ്പെട്ട് അത് ചിലപ്പോൾ ലേബൽ ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ പടം ഇതുപോലെ വരച്ച് കേട്ടോ, ഇതുപോലെ കോളിയോപ്റ്റൈല്, പ്ലുമ്യൂള്, റാഡിക്കിള്, കോളിയോറൈസ, സ്ക്യൂട്ടല്ലം, എൻഡോസ്പോം, പെരികാർപ്പൊക്കെ ഈ പടമാണ് പറഞ്ഞത്. ഇതൊന്നും വരയ്ക്കേണ്ട, ഈ പടം കേട്ടല്ലോ വരച്ച് ലേബൽ ചെയ്യണം. മറന്നു പോരുതേ, ക്വസ്റ്റ്യൻ അസൈൻമെൻറ്റിൽ കാണും. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്ത് പഠിക്കുന്നത്, സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എന്താണ് സീഡ് ഡോർമൻസി? ചോദ്യം കണ്ടോ നിങ്ങൾ? സീഡ് ഡോർമൻസി. എന്താണ് ചോദ്യം? സീഡ് ഡോർമൻസി. അപ്പോൾ വാട്ട് ഈസ് സീഡ് ഡോർമൻസി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ചില വിത്തുകളെ നമ്മൾ എത്ര നാള് സൂക്ഷിച്ചാലും ആ മുളയ്ക്കാനുള്ള കഴിവ് നഷ്ടപ്പെടാതെ അതിങ്ങനെ കിടക്കുകയും കുറേ കാലം കഴിഞ്ഞിട്ട് നട്ടാലും അത് പൊടിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വിത്തുകൾക്ക് കാലങ്ങളോളം, എല്ലാ വിത്തുകൾക്കും ഇല്ല, ചില ചെടി ചക്കക്കുരുവിൻ്റെ ചക്കക്കുരുവൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് കേടായി പോകും. ചില ചെടികളുടെ വിത്തുകൾക്ക് വർഷങ്ങളോളം മുളയ്ക്കാനുള്ള കഴിവ് നഷ്ടപ്പെടാതെ ഇങ്ങനെ കിടക്കാൻ കഴിയും. ആ കഴിവിന് പറയുന്ന പേരാണ് സീഡ് ഡോർമൻസി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ എബിലിറ്റി ഓഫ് സം സീഡ്സ് ടു റിമൈൻ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി വിതൗട്ട് ലോസിങ് ദ കപ്പാസിറ്റി ഓഫ് ജെർമിനേഷൻ. എന്താണ്? ദ എബിലിറ്റി ഓഫ് സം സീഡ്സ്, ചില വിത്തുകളുടെ കഴിവ്. എന്തിന്? ടു റിമൈൻ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി, ഇനാക്റ്റീവായിട്ട് കിടക്കാനുള്ള കഴിവ്. എങ്ങനെ? വിതൗട്ട് ലോസിങ് ദ കപ്പാസിറ്റി ഓഫ് ജെർമിനേഷൻ. എന്തിനുള്ള കഴിവ് നഷ്ടപ്പെടാതെ? ജെർമിനേഷനുള്ള കഴിവ് നഷ്ടപ്പെടാതെ വിത്തുകൾക്ക് ദീർഘകാലം കിടക്കാനുള്ള കഴിവിനെ നമ്മൾ എന്ത് പറയും? സീഡ് ഡോർമൻസി എന്ന് പറയും. The ability of some seeds to remain in a state of inactivity without losing the capacity of germination. That is known as seed dormancy. അതിന് പുസ്തകത്തിൽ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് ലൂപ്പിനസ് ആർട്ടിക്കസ് എന്ന് പറയും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആർട്ടിക് റീജിയൻ, നമ്മുടെ തണുത്ത ശൈത്യ മേഖലകളുണ്ടല്ലോ, ആർട്ടിക്, അന്റാർട്ടിക് അല്ലെ ആർട്ടിക് മേഖല, അവിടെ കാണപ്പെടുന്ന പയർവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ലൂപ്പിനസ് ആർട്ടിക്കസ്. സിമ്പിൾ ആയിട്ട് ലൂപ്പിൻ എന്ന് പറയും. LUPIN, ലൂപ്പിൻ. സയന്റിഫിക് നെയിം എന്താണ്? ലൂപ്പിനസ് ആർട്ടിക്കസ്. അതിന്റെ ഡോർമൻസി എത്ര വർഷമാണെന്നറിയോ? 10,000 years, 10,000 വർഷം. എന്ന് വെച്ചാൽ അതിന്റെ വിത്ത് 10,000 വർഷം കഴിഞ്ഞാലും മുളയ്ക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡോർമൻസി ഉള്ള ചെടി ഏതാണ്? ലൂപ്പിനസ് ആർട്ടിക്കസ്. എത്രയാണ്? 10,000 years. ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള ചെടിയാണ്. അതിന്റെ സയന്റിഫിക് നെയിം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ കോമൺ നെയിം എല്ലാവർക്കും അറിയാം. ഫീനിക്സ് ഡാക്ടിലിഫർ അഥവാ ഡേറ്റ് പാം. നമ്മൾ ഈന്തപ്പഴം, ഈന്തപ്പന എന്നൊക്കെ പറയില്ലേ, അതിന്റെ എത്രയാണ്? അതിന്റെ വിത്ത് എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ? 2,000 years, 2,000 വർഷം. അപ്പൊ എന്താണ് സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. The ability of some seeds to remain in a state of inactivity without losing the capacity of germination. That means certain seeds can remain active or remain viable for a long period of time without losing the capacity of germination. That is known as seed dormancy. An example is the Lupinus articus. It's having a dormancy of 10,000 years. It is a plant belong to the pea family and it is present in Arctic region or the cold desert. ഈ ആർട്ടിക് റീജിയൻ ഒക്കെ നമ്മൾ വിളിക്കുന്ന പേര് കോൾഡ് ഡെസേർട്ട് എന്നാണ്. ശൈത്യ മരുഭൂമികൾ, അവിടെ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പൊ അത് 10,000 വർഷത്തോളം അതിന് ഡോർമൻസി ഉണ്ട്. അനദർ വൺ ഈസ് ഫീനിക്സ് ഡാക്ടിലിഫറ. യു നോ ഇറ്റ് ഈസ് എ പ്ലാന്റ് വിച്ച് ഈസ് കോമൺ ഇൻ ദ ഹോട്ട് ഡെസേർട്ട്. നമ്മുടെ ചൂടായിട്ടുള്ള മരുഭൂമികൾ, ഉഷ്ണ മരുഭൂമികളിൽ, മണലൊക്കെ നിറഞ്ഞ മരുഭൂമികളിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. അതിന് ഏകദേശം എത്രയുണ്ട്? 2,000 years ഡോർമൻസി ഉണ്ട്. അപ്പോൾ സീഡ് ഡോർമൻസി എന്ന് പറയുന്ന ചോദ്യം ഇനി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അടുത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷം പഠിച്ചാണ് കേട്ടോ. നമുക്ക് ഒരിക്കൽ കൂടി പഠിക്കാനുള്ളത് കൊണ്ട് ഞാൻ അതിനെ പറയുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം എന്താണ് ഫ്രൂട്ട്, എങ്ങനെയാണ് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. എല്ലാവർക്കും അറിയാം ഓവറി ഡെവലപ്സ് ടു ഫ്രൂട്ട്. അപ്പൊ സീഡ് ഉണ്ടാവുന്നതോ ഓവ്യൂൾ, നേരത്തെ പറഞ്ഞല്ലേ, ഓവ്യൂൾ ഗീവ്സ് ദ സീഡ് ആൻഡ് ഓവറി ഗീവ്സ് ദ ഫ്രൂട്ട് അല്ലേ. സോ ദെൻ ഫ്രൂട്ട് ഹാസ് എ വാൾ. അത് ഡ്രൈ ഫ്രൂട്ട് ആയാലും ഫ്ലഷി ഫ്രൂട്ട് ആയാലും ഫ്രൂട്ടിനൊരു വാളുണ്ട്. ആ വാളിനെ നമ്മൾ എന്ത് പറയും, പെരിക്കാർപ്പ് എന്ന് പറയും. കഴിഞ്ഞ വർഷം പഠിച്ചാണ് അല്ലെ, മാംഗോയൊക്കെ പഠിച്ചു. മാംഗോ ഫ്രൂട്ടിന് നമ്മൾ എന്താ വിളിച്ച, ഡ്രൂപ്പ് എന്ന് വിളിച്ചു അല്ലെ. ഡ്രൂപ്പിന് പെരിക്കാർപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. മാവിലാവുമ്പോൾ ഈ പെരിക്കാർപ്പ് ഫ്ലഷി ഫ്രൂട്ട് ആയതുകൊണ്ട് ഔട്ടർ തോലിനെ നമ്മൾ എന്ത് വിളിച്ചു, എപ്പിക്കാർപ്പ്, മിഡിൽ മീസോ കാർപ്പ്, ഇന്നർ എൻഡോ കാർപ്പ് ഒക്കെ പഠിച്ചില്ലേ കഴിഞ്ഞ വർഷം. അതിപ്പോ ഇവിടെ വേണ്ട, എന്നാലും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഈ 3 വാളിനെ കൂടെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്ന പേര്, പെരിക്കാർപ്പ്. ദ വാൾ ഓഫ് ദ ഫ്രൂട്ട് ഈസ് പെരിക്കാർപ്പ്. അടുത്തത് നമ്മൾ പഠിച്ചത് തന്നെയാണ്, എങ്കിലും കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്, ഇവിടെ പഠിക്കാനുള്ളത് കൊണ്ട് പറയുന്നു. എന്താണ്, വാട്ട് ഈസ് സീഡോകാർപ്പ് ഓർ ഫാൾസ് ഫ്രൂട്ട്. എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ് അതിന് മുമ്പ് എന്താണ് ട്രൂ ഫ്രൂട്ട് എന്നറിയണം, എന്നല്ലേ ഫാൾസ് ഫ്രൂട്ട്. ട്രൂ ഫ്രൂട്ട് മീൻസ് എ ഫ്രൂട്ട് വിച്ച് ഈസ് ഡെവലപ്ഡ് ഫ്രം ദ ഓവറി ഓഫ് എ ഫ്ലവർ. ഓവറിൽ നിന്നുണ്ടാവുന്ന ഫ്രൂട്ടിനെ നമ്മൾ എന്ത് പറയും, ട്രൂ ഫ്രൂട്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഫാൾസ് ഫ്രൂട്ട് എന്താ, ട്രൂ ഫ്രൂട്ട് ഈസ് എ ഫ്രൂട്ട് വിച്ച് ഈസ് ഡെവലപ്ഡ് ഫ്രം ദ ഓവറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഫാൾസ് ഫ്രൂട്ട് എന്താ, ഓർ സീഡോകാർപ്പ് എന്താ, എ ഫ്രൂട്ട് വിച്ച് ഈസ് ഡെവലപ്ഡ് ഫ്രം എനി പാർട്ട് ഓഫ് ഫ്ലവർ അതർ ദാൻ ഓവറി. ഓവറി എന്നല്ലാതെ വേറെ എവിടെന്നെങ്കിലും ഫ്രൂട്ട് ഉണ്ടായാൽ അതിനെ പറയുന്ന പേരാണ് ഫാൾസ് ഫ്രൂട്ട്. അപ്പോൾ ഓവറിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടായാൽ ട്രൂ ഫ്രൂട്ട്, ഓവറിൽ നിന്നല്ലാതെ എവിടെന്നെങ്കിലും ഫ്രൂട്ട് ഉണ്ടായാൽ ഫാൾസ് ഫ്രൂട്ട്. അതിന് എക്സാമ്പിൾ ഏതാ പറഞ്ഞേ, ആപ്പിൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് അല്ലെ. സ്ട്രോബെറി മറ്റൊരു എക്സാമ്പിൾ, കാഷ്യൂ ഒക്കെ. അതിലൊക്കെ തലാമസ് വളർന്നാണ് ഫ്രൂട്ട് ഉണ്ടായിരിക്കുന്നത്. ഓവറി വളർന്നല്ല ഫ്രൂട്ട് ഉണ്ടായിരിക്കുന്നത്, തലാമസ്. തലാമസ് എന്ന് വെച്ചാൽ അറിയാലോ, പൂവിന്റെ അടിവശം അല്ലെ. തലാമസ് വളർന്നാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഇപ്പോ ഞാൻ എഴുതിയിരിക്കുന്ന കോണ്ടന്റ് എല്ലാവർക്കും പിടികിട്ടിയല്ലോ. വാട്ട് ഈസ് ഫ്രൂട്ട്, then what is dash is the wall of the fruit, what is pseudocarp or false fruit, example for pseudocarp, and what is a true fruit. What is a true fruit? A fruit which is developed from the ovary itself is known as the true fruit. If a fruit is developed from any part of flower other than ovary, then it is known as pseudocarp or false fruit. Spelling undo pseudocarp, false fruit. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, എങ്കിലും നമ്മൾ ഇതും അറിഞ്ഞിരിക്കണം. ഈ ഭാഗത്തുനിന്നും ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നെന്ന് വരാം. നമുക്ക് തിയറട്ടിക്കലി പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്സ്. നമ്മൾ പരീക്ഷയ്ക്ക് 2 പോയിന്റ് എഴുതിയാൽ മതിയാകും. ഞാനിവിടെ 4 അഡ്വാൻറ്റേജ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്സ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താ, വായിച്ചു നോക്കൂ. സീഡ്സ് ഹാവ് better adaptive strategies for dispersal to new habitats and help the species to colonize in other areas. എങ്ങനെ, seeds have better adaptive strategies for dispersal to new habitats and help the species to colonize in other areas. എന്ന് പറഞ്ഞാൽ എന്താ, സീഡ്സിനെ പല പുതിയ ഏരിയാസിലേക്കും എന്ത് ചെയ്യാനുള്ള കഴിവ്, ഡിസ്പേഴ്സ് ചെയ്ത് പോകാൻ, വിതരണം ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള കളച്ചെടികളൊക്കെ ഉണ്ട്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പച്ച അങ്ങനെയൊക്കെയുള്ള കളച്ചെടികളൊക്കെ കണ്ടിട്ടില്ലേ? ഈ മിക്ക കളച്ചെടികളും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പാർത്തീന്യത്തെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? അലർജി ഉണ്ടാക്കുന്ന ക്യാരറ്റ് ഗ്രാസ്. ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ള ചെടികളല്ലായിരുന്നു, നമ്മുടെ നാട്ടിലുള്ള ചെടികളല്ല. ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വന്നാണ്. എങ്ങനെ വന്നു? വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പല ധാന്യങ്ങളും പയറും ഒക്കെ ഇറക്കുമതി ചെയ്യില്ലേ? അതോടൊപ്പം ഈ അരിയുടെ ഒക്കെ ഇടയിൽ ഇതിന്റെ വിത്ത് കൂടെ വീണ് കിടക്കും. നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യും? പാറ്റി കളയില്ലേ? ഈ വേണ്ടാത്ത വിത്തിനെടുത്ത് കളയില്ലേ? അതങ്ങനെ വീണ് പൊടിച്ചതാണ്. കണ്ടോ? അതിന് കാരണം എന്താണ്? ഈ സീഡിന്റെ കപ്പാസിറ്റിയാണത്. ബെറ്റർ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട്. എന്തിന്? ഫോർ ഡിസ്പേഴ്സ് ചെയ്യുക എന്നുള്ള വിതരണത്തിന്. അപ്പോൾ വിത്ത് വിതരണത്തിന് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പുതിയ സ്ഥലങ്ങളിൽ കോളനൈസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവർ നേരത്തെ ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലും മുളയ്ക്കാനുള്ള കഴിവ് ഒരു ചെടിക്ക് കൊടുക്കുന്നത് വിത്തിന്റെ ഈ കഴിവാണ്. മനസ്സിലായോ എല്ലാവർക്കും? Seeds have better adaptive strategies for dispersal to new habitats and help the species to colonize in other areas. ഇനി രണ്ടാമത്തെ നോക്ക്. As they have sufficient food reserves
യങ് സീഡ്ലിങ്സ് ആർ നറിഷ്ഡ് അണ്ടിൽ ദേ ആർ കാപ്പബിൾ ഓഫ് ഫോട്ടോസിന്തസിസ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഈ സീഡിനകത്ത് ആവശ്യത്തിന് ഫുഡ് ഉള്ളത് കൊണ്ട്, ആവശ്യത്തിന് കൂടുതലുണ്ട്, സഫീഷ്യന്റ് ആയിട്ട് ഫുഡ് ഉള്ളത് കൊണ്ട് ഈ യങ് സീഡ്ലിംഗ്, അതായത് തൈച്ചെടി വളർന്ന് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് വരെ അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അത് കൊടുക്കുന്ന ആരാ? എൻഡോസ്പോം ആണ്. എൻഡോസ്പോം ഇല്ലാത്തടത്ത് അതാരാ? നമ്മൾ പറഞ്ഞല്ലേ, എൻഡോസ്പോം ഇല്ലെങ്കിൽ ആര് കൊടുക്കും? അത് കോട്ടിലിഡൻ കൊടുക്കും. അപ്പോൾ ആസ് ദേ ഹാവ് സഫിഷ്യന്റ് ഫുഡ് റിസർവ്സ് യങ് സീഡ്ലിങ്സ് ആർ നറിഷ്ഡ് അണ്ടിൽ ദേ ആർ കാപ്പബിൾ ഓഫ് ഫോട്ടോസിന്തസിസ്. ഈ വിത്തിൽ ഫുഡ് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ പല ചെടികളുടെയും വിത്ത് കഴിക്കുന്നത്. ഇപ്പൊ നെല്ലെന്ന് പറയുന്നത് വിത്തല്ലേ, ഗോതമ്പെന്ന് പറയുന്നത് വിത്തല്ലേ, ചോളം എന്ന് പറയുന്ന വിത്തല്ലേ, അല്ലെങ്കിൽ കടല, കപ്പലണ്ടി എല്ലാം വിത്തുകളല്ലേ. എന്തുകൊണ്ട് നമ്മൾ വിത്തുകൾ കഴിക്കുന്നു? അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഫുഡ് റിസർവ്സ് ഉള്ളത് കൊണ്ടാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് ആ ഫുഡ് അല്ല. തൈച്ചെടി ഇതൊക്കെ വളരാനുള്ളതാണ്, പക്ഷെ നമ്മൾ അതെടുത്ത് ഉപയോഗിക്കുന്നു. അതാണ് വിത്തിന്റെ പ്രാധാന്യം. As they have sufficient food reserves, young seedlings are nourished until they are capable of photosynthesis. അടുത്തെന്താ? അതെല്ലാവർക്കും അറിയാം. ദ ഹാർഡ് സീഡ് കോട്ട് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ എംബ്രിയോ. അതിനകത്തിരിക്കുന്ന എംബ്രിയോ വളരെ സോഫ്റ്റ് ആണെങ്കിലും ഈ സീഡ് കോട്ട് വളരെയധികം ഹാർഡ് ആയതുകൊണ്ട് അത് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ദ ഹാർഡ് സീഡ് കോട്ട് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ എംബ്രിയോ. അവസാനമായിട്ട് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. എന്താണ്? സീഡ്സ് ജനറേറ്റ് ന്യൂ റീകോമ്പിനേഷൻസ് ലീഡിങ് ടു വേരിയേഷൻസ്. ഈ സീഡില് ജീനുകൾ തമ്മിൽ മിക്സിംഗ് നടക്കും. എന്തുകൊണ്ടാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയല്ലേ സീഡ് ഉണ്ടാകുന്നത്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി സീഡ് ഉണ്ടാകുമ്പോൾ അതിനകത്ത് ന്യൂ ജനറ്റിക് റീകോമ്പിനേഷൻസ് ഉണ്ടാകും. അതെന്തിലേക്ക് നയിക്കും? വേരിയേഷൻസിലേക്ക് നയിക്കും. അപ്പൊ ഈ 4 പോയിന്റുകളാണ്. ഫസ്റ്റ് വൺ ഈസ് സീഡ്സ് ഹാവ് ബെറ്റർ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ഫോർ ഡിസ്പേഴ്സൽ ടു ന്യൂ ഹാബിറ്റാറ്റ്സ് and help the species to colonize in other areas. Second one, as they have sufficient food reserves, young seedlings are nourished until they are capable of photosynthesis. Third one, the hard seed coat provides protection to the embryo. And fourth one, seeds generate new genetic recombinations leading to variations. ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് അടുത്ത് നമ്മൾ പോകുന്നത്. ചാപ്റ്ററിന്റെ അവസാനമായി കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. ദാറ്റ് ഈസ് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ 5-6 ആഴ്ചകളായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചാപ്റ്റർ തീരാറായി. ഇനി ഏതാനും കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് വാട്ട് ഈസ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അപ്പോമിക്സിസ്? 2 പോയിന്റുകളിൽ നമുക്കത് ഒതുക്കാം. എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ശ്രദ്ധിച്ചോണം, ഡെഫിനിഷൻ ശ്രദ്ധിച്ചോണം. പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിച്ച ചോദ്യമാണ്. എന്താണ് പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ? പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നമ്മൾ പഠിച്ചു, പാർത്തനോകാർപ്പി അല്ലേ. പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് കേട്ടിട്ടില്ലേ? കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ. വാട്ട് ഈസ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആർ ഫ്രൂട്ട്സ് വിച്ച് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. എക്സാമ്പിൾ ഏതൊക്കെ പറഞ്ഞു നമ്മൾ? ബനാന, അതുപോലെ തന്നെ സീഡ്ലെസ് ഗ്രേപ്സ് ഒക്കെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതായത് വിത്തുകൾ ഉണ്ടാകാതെ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ പഴങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. എല്ലാവർക്കും അറിയാലോ. വാട്ട് ഈസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ഈസ് എ ഫ്രൂട്ട് വിച്ച് ഈസ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. Therefore viable seeds are absent. അല്ലേ? മുളയ്ക്കാൻ കഴിവുള്ള വിത്തുകൾ കാണില്ല. അപ്പൊ അങ്ങനെയുള്ള ഫ്രൂട്ടിനെ നമ്മൾ എന്ത് പറയും? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ഏതാ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്? ബനാന പഠിച്ചല്ലേ. ബനാന പഠിച്ച്, സീഡ്ലെസ് ഗ്രേപ്സ് പഠിച്ച്, അങ്ങനെ ഒരുപാട് പഴങ്ങളിൽ വിത്തില്ലല്ലോ. അത് പാർത്തനോകാർപ്പി വഴി ഉണ്ടാകുന്നതാണ്. ഇതല്ല, പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് അപ്പോമിക്സിസ്. മറ്റത് പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് പാർത്തനോകാർപ്പി. പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് അപ്പോമിക്സിസ്. മനസ്സിലായോ? അപ്പോമിക്സിസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? അതിന് വേറൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വിച്ച് ഇമിറ്റേറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്തുകൊണ്ടാണ്? ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാവുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ. പക്ഷെ വിത്ത് ഉണ്ടാവും. അതുകൊണ്ട് കണ്ടാൽ എന്തെന്ന് തോന്നും? സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അനുകരിക്കുക. എന്തിനെ അനുകരിക്കുന്നു? സെക്ഷൽ റീപ്രൊഡക്ഷനെ അനുകരിക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അങ്ങനെയും പറയാം. അപ്പോൾ അപ്പോമിക്സിന്റെ ഡെഫിനിഷൻ 2 ടേം ആയിട്ട് പറയാം. എങ്ങനെയാ? അപ്പോമിക്സിസ് ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. ഓർ അപ്പോമിക്സിസ് ഈസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വിച്ച് ഇമിറ്റേറ്റ്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ അവിടെ എംബ്രിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ആ എംബ്രിയോ ഉണ്ടാവുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ്. അപ്പൊ പിന്നെ എംബ്രിയോ എവിടെ നിന്നുണ്ടാവും? അപ്പൊ നമുക്ക് പറയാൻ പറ്റും, എനി ഡിപ്ലോയിഡ് സെൽ ഫ്രം ദ ഓവ്യൂൾ
ഡയറക്റ്റ്ലി ഫങ്ഷൻസ് ആസ് എംബ്രിയോ. അതായത് ഡയറക്ട്ലി ഫങ്ഷൻ ആസ് എംബ്രിയോ എന്ന് പറയാൻ പറ്റില്ല, ഡയറക്ട്ലി ഫങ്ഷൻ ആസ് എനി ഡിപ്ലോയിഡ് സെൽ ഫ്രം ദ ഓവ്യൂൾ ഡയറക്ട്ലി ഫങ്ഷൻ ആസ് സൈഗോട്ട്. ഏതെങ്കിലും ഒരു ഡിപ്ലോയിഡ് സെല്ല് ഡയറക്ട്ലി ഫങ്ഷൻ ആസ് സൈഗോട്ട് ആൻഡ് ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ. എന്നിട്ട് എന്തായിട്ട് മാറും? ആൻഡ് ഗീവ്സ് എംബ്രിയോ. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ഡിപ്ലോയിഡ് സെൽ, നമ്മുടെ ഓവ്യൂളിനകത്ത് ഒരുപാട് ഡിപ്ലോയിഡ് സെൽ ഉണ്ടല്ലോ. ചിലപ്പോൾ എഗ്ഗ് തന്നെ ഡിപ്ലോയിഡ് എഗ്ഗ് ഉണ്ടായെന്ന് വരും. അങ്ങനെയെന്നറിയോ? മിയോസിസ് നടക്കാതെ എഗ്ഗ് ഉണ്ടായാൽ അത് ഡിപ്ലോയിഡ് എഗ്ഗ് ആയിരിക്കും. അങ്ങനെ എനി ഡിപ്ലോയിഡ് സെൽ ഫ്രം ദ ഓവ്യൂൾ ഡയറക്ട്ലി ഫങ്ഷൻസ് ആസ് സൈഗോട്ട് ആൻഡ് ഗീവ്സ് എംബ്രിയോ. അങ്ങനെയുള്ള എംബ്രിയോ എന്ത് വിളിക്കും? സെക്ഷൽ എംബ്രിയോ എന്ന് വിളിക്കോ, അസെക്ഷൽ എംബ്രിയോ എന്ന് വിളിക്കോ? അസെക്ഷൽ എംബ്രിയോ എന്ന് വിളിക്കും. സോ നോ ചാൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. അപ്പൊ അവിടെ എന്തില്ല? ഫെർട്ടിലൈസേഷൻ ഇല്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത്രയും പറഞ്ഞാൽ മതി. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവും. ആ സീഡ് മുളയ്ക്കും. അതിനകത്ത് എംബ്രിയോ ഉണ്ട്. പക്ഷെ ആ എംബ്രിയോ എങ്ങനെയല്ല ഉണ്ടായത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയല്ല ഉണ്ടായത്. പിന്നെയോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി. എന്ന് വെച്ചാൽ ചുമ്മാ എന്ന് ഡെവലപ്പ് ചെയ്തു, ഒരു ഡിപ്ലോയിഡ് സെൽ ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്ത് നടന്നില്ല? ഫെർട്ടിലൈസേഷൻ നടന്നില്ല. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വിച്ച് ഇമിറ്റേറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബിക്കോസ് ഒരേ ഒരു പാരന്റ് മാത്രമല്ല ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തുള്ളൂ. ഫെർട്ടിലൈസേഷൻ നടന്ന ഇല്ല. അപ്പൊ അത് ഏതാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. പക്ഷെ വിത്ത് ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ട്. അപ്പൊ കണ്ടാൽ എന്തെന്ന് തോന്നുന്നു? സെക്ഷൽ റീപ്രൊഡക്ഷൻ തോന്നുന്നു. സോ ദാറ്റ് ഈസ് അപ്പോമിക്സിസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ അപ്പോമിക്സിസ് ഈസ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വിച്ച് ഇമിറ്റേറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈ അപ്പോമിക്സിസ് ചില ഗ്രാസസിലുള്ളതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള ആസ്റ്ററേസി എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്. ആസ്റ്ററേസി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഏറ്റവും വലിയ ഫാമിലിയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് ഫാമിലി എന്ന് വെച്ചാൽ ആസ്റ്ററേസിയാണ്. സൺഫ്ലവർ ഫാമിലി എന്നാണ് പറയുന്നത്. സൂര്യകാന്തിയൊക്കെ വരുന്നില്ലേ, ആ ഫാമിലിയാണ് ആസ്റ്ററേസി. അതിനകത്താണ് നമ്മളെ കമ്മ്യൂണിസ്റ്റ് വച്ചേപ്പുള്ള യൂപ്പറ്റോറിയം, അതുപോലെ തന്നെ ജമന്തി, ഡാലിയ, അങ്ങനെയുള്ള പൂക്കളെ കണ്ടിട്ടില്ലേ? ഈ ജമന്തി പൂവലൊക്കെ ഇരിക്കുന്ന, സൂര്യകാന്തി പൂവൽ ഇരിക്കുന്ന ആ പൂക്കൾ, അതുപോലെ ഇരിക്കുന്ന പൂക്കൾ വരുന്ന ഫാമിലി, വരുന്ന ചെടികൾ വരുന്ന ഫാമിലിയാണ് ആസ്റ്ററേസി. ആസ്റ്ററേസിയിൽ നമുക്ക് അപ്പോമിക്സിസ് ഒരുപാട് കാണാൻ പറ്റും. പിന്നെ ഗ്രാസസിലും കാണാൻ പറ്റും. അപ്പൊ ഈ അപ്പോമിക്സിസ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന എവിടെയൊക്കെയാണ്? മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി ആസ്റ്ററേസി ആൻഡ് ഗ്രാസസ്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഈ അപ്പോമിക്സിസ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. രണ്ട് രീതിയിലും ഡെഫിനിഷൻ എഴുതാം. ഇനി അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ടതും ചെറുതുമായിട്ടുള്ളൊരു ചോദ്യമാണ് വാട്ട് ഈസ് പോളി എംബ്രിയോണി എന്ന് പറയും അല്ലേ? പോളി എന്ന് വെച്ചാൽ എന്താ? ചെറുത് ക്ലാസ് തൊട്ട് കേൾക്കുന്നില്ലേ? ധാരാളം. എംബ്രിയോണി എംബ്രിയോ. അപ്പൊ ധാരാളം എംബ്രിയോ എവിടെ? occurrence ഓഫ് മോർ ദാൻ വൺ ഫങ്ഷണൽ എംബ്രിയോസ് ഇൻ എ സിംഗിൾ സീഡ്. സാധാരണ ഒരു വിത്തിനകത്ത് എത്ര എംബ്രിയോ കാണും? നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതല്ലേ? ഒരു എംബ്രിയോ അല്ലേ കാണുള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചോദിച്ചപ്പോൾ മനുഷ്യൻ ഒരു തവണ സാധാരണയായിട്ട് എത്ര പ്രസവിക്കും? ഒരു കുട്ടിയല്ലേ പ്രസവിക്കുള്ളൂ. പക്ഷെ ചിലപ്പോൾ ആക്സിഡന്റലായിട്ട് 2, 3 അങ്ങനെ വരൂലേ? അങ്ങനെയും സംഭവിക്കാമല്ലോ. അതുപോലെയാണ് വിത്തുകളുടെയും കാര്യം. മിക്ക വിത്തുകളിലും ഒരേ ഒരു എംബ്രിയോയെ കാണുള്ളൂ. എന്നാൽ ചില വിത്തുകളിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് കാണും. അങ്ങനെ ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഒരു വിത്തിൽ കണ്ടാൽ ആ അവസ്ഥയാണ് പറയുന്ന പേര് പോളി എംബ്രിയോണി. വാട്ട് ഈസ് പോളി എംബ്രിയോണി? occurrence ഓഫ് മോർ ദാൻ വൺ ഫങ്ഷണൽ എംബ്രിയോസ് ഇൻ എ സിംഗിൾ സീഡ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഈ കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോകണം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. വാട്ട് ഈസ് പോളി എംബ്രിയോണി? occurrence ഓഫ് മോർ ദാൻ വൺ ഫങ്ഷണൽ എംബ്രിയോസ് ഇൻ എ സിംഗിൾ സീഡ് ഈസ് പോളി എംബ്രിയോണി അല്ലേ? അപ്പൊ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്ന പുസ്തകത്തിൽ നിന്നുള്ള എക്സാമ്പിളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടത്. സിട്രസ്, നാരകം. സിട്രസ് എന്ന് വെച്ചാൽ നാരകമാണ്. നാരകം എന്ന് വെച്ചിട്ട് നാരകം മാത്രമല്ല, നാരകവർഗത്തിൽപ്പെട്ട ഓറഞ്ച്, സാത്തുക്കുടി ഓറഞ്ച്, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മുസാമ്പി, വലിയ നാരങ്ങയില്ലേ, നമ്മൾ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയില്ലേ, വലിയ നാരങ്ങ, പലതരത്തിലുള്ള നാരങ്ങകളെല്ലാം സിട്രസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സിട്രസ് വർഗത്തിൽപ്പെട്ട ചെടികൾക്ക് മാംഗോ, മാങ്ങയില് നമുക്ക് കാണാൻ പറ്റും. പൈനസ്, അതൊരു ജിംനോസ്പേമാണ്, കഴിഞ്ഞ വർഷം പഠിച്ചാണ്. അപ്പോൾ പൈനസിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? പോളി എംബ്രിയോണി. വാട്ട് ഈസ് പോളി എംബ്രിയോണി? occurrence ഓഫ് മോർ ദാൻ വൺ ഫങ്ഷണൽ എംബ്രിയോസ് ഇൻ എ സിംഗിൾ സീഡ് ഈസ് പോളി എംബ്രിയോണി. എക്സാമ്പിൾ സിട്രസ്, മാംഗോ, പൈനസ് എക്സെട്രാ. ലാസ്റ്റ് ചോദ്യം, ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോമിക്സിസ്. ഈ അപ്പോമിക്സിന്റെ പ്രാധാന്യം അഗ്രികൾച്ചറിൽ എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോമിക്സിസ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഹൈബ്രിഡൈസേഷൻ പഠിച്ചേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ തന്നെ.
രണ്ട് വ്യത്യസ്ത പ്ലാന്റുകളെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളെ നമ്മൾ എന്ത് പറയും? ഹൈബ്രിഡ്സ് എന്ന് പറയും. തൈകളെ ഹൈബ്രിഡ്സ് എന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ ഹൈബ്രിഡ്സ് ആർ മോർ സീറ്റബിൾ ഫോർ ക്രോപ്പ് പ്രൊഡക്ഷൻ. നമ്മൾ കൂടുതലും ഈ ക്രോപ്പ് പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈബ്രിഡുകളാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ഷൻ അതിൽ നിന്ന് കിട്ടും. ബട്ട് ഹൈബ്രിഡ്സ് ഹാവ് ടു പ്രൊഡ്യൂസ് എവറി ഇയർ എവറി സീസൺ. അതാണ് പ്രത്യേകത. പക്ഷേ ഈ ഹൈബ്രിഡിനെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അതാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. നമ്മൾ സാധാരണയായിട്ട് കൃഷിക്ക് ക്രോപ്പ് പ്രൊഡക്ഷന് പിന്നെ സസ്യങ്ങളുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഭക്ഷ്യോൽപാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഹൈബ്രിഡുകളെയാണ് വളർത്തുന്നത്. പക്ഷേ ഹൈബ്രിഡുകൾ നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കേണ്ടി വരും. എന്തുകൊണ്ടെന്നറിയാമോ? ഇഫ് സീഡ്സ് ആർ ടേക്കൺ ഫ്രം ഹൈബ്രിഡ്സ് ദേ ഷോ വേരിയേഷൻസ്. നമ്മളിപ്പോൾ ഹൈബ്രിഡിന്റെ വിത്ത് നട്ടാലേ അതുപോലത്തെ ഹൈബ്രിഡ് കിട്ടണമെന്നില്ല. വേരിയേഷൻ, കാരണം ഇതെല്ലാം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ ഒരു ഹൈബ്രിഡ് ഇപ്പോൾ നല്ല ഉദാഹരണത്തിന് നല്ല വലുപ്പമുള്ള പേരയ്ക്ക കായ്ക്കുന്ന ഒരു പേര മരത്തിൽ നിന്ന് നമ്മൾ വിത്തെടുത്ത് നട്ടാൽ അതുപോലത്തെ പേരയ്ക്ക കിട്ടണമെന്നില്ല. കാരണം എന്താണ്? അതിനകത്ത് വിത്തുണ്ടാകുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി നടന്നാൽ എന്ത് വരും? വേരിയേഷൻസ് വരും. അപ്പോൾ നമ്മൾ പറയും ഇഫ് സീഡ്സ് ആർ ടേക്കൺ ഫ്രം ഹൈബ്രിഡ്സ് ദേ ഷോ വേരിയേഷൻസ്. സോ പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡ് സീഡ്സ് ഈസ് കോസ്റ്റ്ലി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വർഷവും ഈ സീഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് ചിലവേറെ ഒരു കാര്യമല്ലേ, ആ ഒരു ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് ദ ഹൈബ്രിഡ്സ് ആർ മെയ്ഡ് ഇൻ ടു അപ്പോമിക്റ്റിക്. ഈ ഹൈബ്രിഡ്സിലെല്ലാം അപ്പോമിക്സിസ് നടന്നെന്ന് വെച്ചോ. എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് സീഡ് ഉണ്ടായെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ആ സീഡ് നട്ടാൽ മതി. കാരണം അത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടായതല്ലേ. നമുക്ക് അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഹൈബ്രിഡ് കിട്ടും. സോ ഇഫ് ദീസ് ഹൈബ്രിഡ്സ് ആർ മെയ്ഡ് ഇൻ ടു അപ്പോമിക്റ്റിക് ദർ ഈസ് നോ വേരിയേഷൻ ഇൻ ഹൈബ്രിഡ് പ്രോജനീസ്. അപ്പൊ ഹൈബ്രിഡ് പ്രോജനീസിൽ എന്ത് വരില്ല? വേരിയേഷൻ വരില്ല. സോ വി ക്യാൻ മെയിൻറ്റെയിൻ ദ വിഗർ ഓഫ് ദ ഹൈബ്രിഡ് പ്ലാന്റ്സ്. വിഗർ എന്ന് വെച്ചാൽ കഴിവ്. നമുക്ക് ആ ഹൈബ്രിഡ് പ്ലാന്റിന്റെ വിഗർ, കഴിവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ എന്താണ് അപ്പോമിക്സിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയും, സാധാരണയായിട്ട് സങ്കര ചെടികളെയാണ് നമ്മൾ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ സങ്കര വർഗത്തിൽപ്പെട്ട ചെടികൾക്ക് വിത്തുകൾ എല്ലാ വർഷവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. കാരണം ഈ ചെടിയിൽ നിന്നെടുക്കുന്ന വിത്തിന് വേരിയേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിത്ത് പ്രൊഡക്ഷൻ വളരെ ചിലവേറിയ കാര്യമാണ്. അതേസമയം നമ്മൾ അപ്പോമിക്സിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അതേ ഗുണമുള്ള ഹൈബ്രിഡ് പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോമിക്സിസ്. ഹൈബ്രിഡ്സ് ആർ മോർ സ്യൂട്ടബിൾ ഫോർ crop production, but hybrids have to produce every year, every season. If seeds are taken from hybrids, they show variations. So production of hybrid seed is costly. If these hybrids are made into apomix, there is no variation in hybrid progenies. So we can maintain the vigor of the hybrid plants. മനസ്സിലായോ? അപ്പൊ ഇത് അടുത്ത് വച്ചിട്ട് പോസ് ചെയ്ത് ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോമിക്സിസ് എഴുതണം. ഹൈബ്രിഡ്സ് ആർ മോർ suitable for crop production, but hybrids have to produce every year, every season. If seeds are taken from hybrids, they show variations. So production of hybrid seeds is costly. If these hybrids are made into apomix, there is no variation in hybrid progenies. So we can maintain the vigor of hybrid plants. മനസ്സിലായല്ലോ? അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്റർ, അതായത് എന്താ പറയുക, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ തീർന്നു.